സിമ്പതി വോട്ട് കിട്ടാനുള്ള ഡ്രാമ തുടരുകയാണ് ജാസ്മിൻ. ഇപ്പൊ ജാസ്മിന്റെ കരച്ചിലിന് കാരണം സിജോ ആണത്രേ. അതായത് ഗബ്രി തന്നെയാണ് പറയുന്നത്, സിജോ ഇന്നലെ വരുന്നതിന് മുമ്പ് വരെ ഓക്കെ ആയിരുന്ന നിനക്ക് സിജോ വന്നതിന് ശേഷമാണ് നമ്മുടെ റിലേഷൻഷിപ്പില് ക്ലാരിറ്റി ചോദിക്കാൻ തോന്നിയത്, അത് ചോദിച്ച് അതിനെ തുടർന്ന് പ്രശ്നം ഉണ്ടാക്കാൻ തോന്നിയത്, കരച്ചില് തുടങ്ങിയത് എന്നൊക്കെ ഗബ്രി ജാസ്മിനോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ് ഇതൊക്കെ. ജാസ്മിൻ ശരിക്കും ഈ വീക്ക് എലിമിനേഷനിലുണ്ട്. അപ്പോൾ ഈ വീക്ക് ഉറപ്പായും പ്രേക്ഷകരുടെ വോട്ട് കുറവായിരിക്കും, താൻ പോകാൻ സാധ്യതയുണ്ട് എന്നും ജാസ്മിന് അറിയാം. സിമ്പതി വോട്ട് പിടിച്ചു പറ്റാൻ ജാസ്മിൻ ശരിക്കും ശ്രമിക്കുന്നുണ്ട്. താൻ അത്രയും അധികം സ്നേഹിച്ച ഗബ്രി തന്നെ ഇപ്പോ ഉപേക്ഷിക്കുന്നു എന്ന രീതിയിലാണ് ജാസ്മിൻ ഇപ്പോ അവിടെ ഗെയിം പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാസ്മിൻ പറയുന്നുണ്ട്, പുറത്തുള്ള ആൾക്കാരെ ഞാൻ പറ്റിച്ചിരിക്കുകയാണ്, വഞ്ചിച്ചിരിക്കുകയാണെന്നൊക്കെ. റസ്മിൻ വഴി തന്നെയാണ് ജാസ്മിൻ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. എന്നിട്ട് ഗബ്രി ചോദിക്കുന്നുണ്ട്, സിജോ വന്നതിന് ശേഷം നിനക്ക് എന്താ പറ്റിയത്, സിജോയോട് നീ പോയി നമ്മുടെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്, പുറത്തത് എങ്ങനെയാ പോകുന്നേ, അതൊക്കെ ചോദിക്കാൻ പോയത് എന്തിനാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതിനൊന്നും തക്ക മറുപടി ജാസ്മിൻ കൊടുക്കുന്നില്ല. ജാസ്മിൻ കുറച്ചു നേരം കരയുന്നു, വായിൽ തോന്നുന്ന എന്തൊക്കെയോ വിളിച്ചു പറയുന്നു. പക്ക ഒരു സീരിയൽ മോഡിലോട്ടാണ് ഇപ്പോ ബിഗ് ബോസ് പൊക്കോണ്ടിരിക്കുന്നത്. സിജോ വന്നതിന് ശേഷം സിജോയ്ക്ക് ഒരുപാട് സപ്പോർട്ട് കിട്ടൂന്ന് അറിയാവുന്ന ജാസ്മിൻ ഇനി അവിടെ നിലനിൽക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തേ പറ്റൂ. ഗബ്രി വീണ്ടും ചോദിക്കുകയാണ്, സിജോ വന്നതിന് ശേഷമാണല്ലോ നിനക്ക് ഇത്രയും മാറ്റം, നിനക്ക് എന്താണ് പറ്റിയത്, നിന്റെ ശരിക്കുള്ള ആക്ച്വൽ പ്രശ്നം ഇപ്പൊ എന്താണ്, എനിക്കത് മനസ്സിലാവുന്നില്ല എന്ന് ചോദിക്കുന്നു. ജാസ്മിന്റെ ഈ നാടകം മാത്രമാണ് ലൈവിൽ ഇപ്പോൾ ത്രൂ ഔട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ.